അപ്പൊ തുടങ്ങാല്ലേ? സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബി.ജെ.പിയിലും കലഹം. ചെങ്ങന്നൂരിൽ ഉറപ്പിച്ചിരുന്ന സന്ദീപ് വാചസ്പതിയെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയാക്കിയതിലാണ് ആശയക്കുഴപ്പമുള്ളത്. അടിപൊളി. ബി.ജെ.പി കാര്യമായ സാധ്യതയില്ലാത്ത ഹരിപ്പാടാണ് സന്ദീപിനെ പരിഗണിച്ചിരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ, പി.എസ്. ശ്രീധരൻപിള്ള, എം.ടി. രമേശ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. സന്ദീപിന്റെ ഈ സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണ്ഡലമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില പ്രാദേശിക നേതാക്കളൊക്കെ രാജിവെച്ചു എന്നുള്ള വിവരങ്ങളോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? സന്ദീപിനും അംഗീകരിക്കാനായിട്ടില്ല, അവിടുത്തെ പാർട്ടി അണികൾക്കും അംഗീകരിക്കാനായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള റാന്നി മണ്ഡലം 2020 നൽകിയതിലും എതിർപ്പുണ്ട്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ബി.ജെ.പി NDA-യിൽ 2020 ഇത്രയധികം സീറ്റുകൾ കൊടുത്തത് പ്രത്യേക സീറ്റുകൾ അവർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ മുന്നണിയിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി അണികളിൽ ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ 2020 കൊടുത്തിരിക്കുകയാണ്. വിനാശായ ചതുർഭുജാം എന്നാണല്ലോ, ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി. എന്തുമാത്രം വോട്ടുകൾ ഇനിയിപ്പം ജയസാധ്യതയില്ലെങ്കിൽ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് സീറ്റ് നൽകിയതിനെതിരെ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ രംഗത്ത്. വെള്ളം കോരുന്നവരും വിറക് വെട്ടുന്നവരും പുറത്തു നിൽക്കുന്നു. ജോർജ് കുര്യന് 20,000 വോട്ട് പോലും കിട്ടില്ലെന്ന് നോബൽ മാത്യു. ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ ഉപാധ്യക്ഷനാണ് ഞാനിപ്പോ. നേരത്തെ ബി.ജെ.പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്നു. അതിനു മുമ്പ് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഞാൻ ബി.ജെ.പിയിൽ ചേർന്നിട്ട് 11 വർഷമായി. എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ജയിക്കാനുള്ള എല്ലാ സാക്കുണ്ടായിരുന്നു. എന്റെ ഫാമിലി, എന്റെ കൂട്ടുകാര്, എന്റെ എല്ലാവരും. പക്ഷെ അവിടെ ഒരു ബന്ധവുമില്ലാത്ത ജോർജ് കുര്യൻ അവിടെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം 15 തവണ ബി.ജെ.പിയിലായിരുന്നപ്പോ മത്സരിച്ചു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിൽ കടുത്തുരുത്തിയില് അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡിൽ കഴിഞ്ഞ തവണയും ഒരു നിന്ന സ്ഥാനാർത്ഥിക്ക് 80 വോട്ടാണ് കിട്ടിയത്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. NDA-യുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നിലവിൽ എത്ര സീറ്റാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടോ ഇപ്പോൾ? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. അതൃപ്തിയുണ്ട്, അതൃപ്തിയേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. ഇപ്പോ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒറ്റയ്ക്ക് ഭരണത്തിൽ വരാനുള്ള ശ്രമത്തിലാണ്. അത്ര സീറ്റ് കിട്ടുമെന്നാണ്. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്?